السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. حب النبي ومدحه خير العمل وعسى الإله به يبلعه العمل. ലോകത്ത് ജീവിച്ച മുഴുവൻ ഔലിയാക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് കാരണമാണ് വിജയിച്ചത്. മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ലോകത്തുള്ള ഒരു നേതാവിനെയും ഞാൻ ഇന്നേവരെ സ്നേഹിക്കുന്നത് കണ്ടിട്ടില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബു ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മാതാപിതാക്കളെക്കാളും സർവോപരി മറ്റു ജനങ്ങളെക്കാളും നിങ്ങൾക്ക് ഞാൻ പ്രിയപ്പെട്ടതാകുന്നത് വരെ നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല. ഈ വാക്കിനോട് സ്വഹാബത്ത് വളരെ നീതി പുലർത്തിയിരുന്നു. ഒരു വേള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്നും പിരിവെടുക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ചോദിക്കുകയാണ്, യാ അബൂബക്കർ, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് അബൂബക്കർ? അതാ അവിടെ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ കയ്യിൽ കുറച്ച് സമ്പത്തുണ്ട്. മുത്തുനബി തങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, അല്ലയോ അബൂബക്കർ, നിങ്ങൾ വീട്ടിൽ വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടെ നിന്ന് പറയുകയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും അല്ലാതെ ഞാൻ ഒന്നും ബാക്കി വച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ സൗർ ഗുഹയിൽ പ്രവേശിച്ച സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രം ഊരിയിട്ട് അതുകൊണ്ട് ആ ഗുഹയിലുള്ള മാളങ്ങൾ അങ്ങ് അടക്കുകയാണ്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉറക്കത്തിൽ നിന്നും ഉണർന്നപ്പോൾ അവിടുന്ന് ചോദിക്കുകയാണ്, യാ അബൂബക്കർ, നിങ്ങൾ വരുമ്പോൾ നല്ല വസ്ത്രം ധരിച്ചിരുന്നല്ലോ, ആ വസ്ത്രം അവിടെ പോയി? അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുകയാണ്, ഞാൻ കൊണ്ടുവന്ന വസ്ത്രം ഈ കാണുന്ന മാളങ്ങളിൽ ഞാൻ അടച്ചിട്ടുണ്ട് നബിയേ. ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം തന്നെ വിജയിക്കാനുള്ള കാരണം മഹബ്ബത്താണ്. ഈ ലോകത്തുള്ള മുഅ്മിനീങ്ങളുടെ എല്ലാവരുടെയും ഈമാൻ എടുത്തൊരു തുലാസിൻ്റെ ഒരു ഭാഗത്ത് വെച്ചാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ എടുത്തും തുലാസിൻ്റെ മറ്റൊരു ഭാഗത്ത് വെച്ചാൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനിൻ്റെ ഭാഗം താന്നിരിക്കും. കാരണം റസൂലുള്ളാഹി തങ്ങളോടുള്ള അടക്കാത്ത ഇഷ്ഖാണ്. മഹാനായ ഹുബൈബ് റളിയല്ലാഹു നമുക്ക് എല്ലാവർക്കും അറിയാം. മഹാനായ ഹുബൈബ് റളിയല്ലാഹുവിൻ്റെ തൂക്ക് കയറിൽ കയറ്റുന്ന സമയത്ത് ശത്രുക്കൾ അവിടെ നിന്ന് ചോദിക്കുകയാണ്, അല്ലയോ ഹുബൈബേ, നിനക്ക് ഒരു അവസരം ഞങ്ങൾ തരുകയാണ്, നീ നിന്റെ ഹബീബിൻ്റെ മാർഗത്തിൽ നിന്നും മാറി നിൽക്കണം. അപ്പോൾ ഹുബൈബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, ഞാൻ മാറി നിൽക്കൂല, എൻ്റെ ഹബീബിൻ്റെ മാർഗത്തിൽ നിന്നും ആ ആദർശത്തിൽ നിന്നും ഒരു സമയം പോലും ഞാൻ മാറി നിൽക്കൂല. ഹുബൈബ് റളിയല്ലാഹു ശത്രുക്കൾ അവിടെ നിന്ന് ആ ഹുബൈബ് തങ്ങളുടെ കൈകളങ്ങ് വെട്ടിയെടുക്കുകയാണ്. വീണ്ടും പറയുകയാണ്, നിനക്ക് പണം തരാം, പെണ്ണിനെ തരാം, ഈ ലോകത്തുള്ള മുഴുവനത്തിനെയും തരാം, നീ നിന്റെ ഹബീബിൻ്റെ ആദർശത്തിൽ നിന്നും മാറി നിൽക്കണോ? പറ്റൂല, എൻ്റെ ഹബീബിൻ്റെ ആദർശത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കൂല. ഈ ലോകം തന്നെ എനിക്ക് നിങ്ങൾ തന്നാലും, ഈ ലോകത്തുള്ള മുഴുവനും എനിക്ക് തന്നാലും ഞാൻ എൻ്റെ ഹബീബിൻ്റെ മാർഗത്തിൽ നിന്നും മാറി നിൽക്കൂല. ശത്രുക്കൾ വീണ്ടും പറയുകയാണ്,
ഞങ്ങൾ നിനക്ക് വീണ്ടും ഒരു അവസരം കൂടി തരുകയാണ്. നീ ഒന്ന് ആലോചിക്കൂ. ഈ തൂക്കുകയറിൽ നിനക്ക് പകരം നിന്റെ ഹബീബിനെ നീ ഒന്ന് സങ്കല്പിക്കൂ. നിന്റെ ഹബീബിനെ ഒന്ന് നീ സങ്കല്പിച്ചാൽ മതി. അതാ ഹുബൈബ് തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, പറ്റൂല, എൻ്റെ ഹബീബിനെ ഞാൻ അങ്ങനെ സങ്കല്പിക്കൂല. ഞാൻ ഈ തൂക്കുകയറിൽ നിൽക്കുന്ന സമയത്ത് പോലോ എൻ്റെ ഹബീബിൻ്റെ കാലിൽ ഒരു മുള്ള് തറിക്കുന്നത് വരെ എനിക്ക് സഹിക്കാൻ കഴിയൂല. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം നമ്മളെ പോലത്തെ യുവാക്കൾക്കൊരു പാഠമാണ്. ജീവിതം മുഴുവൻ മരണാസന്നമായ സമയത്ത് പോലും എൻ്റെ ഹബീബ് കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ ആരുമുള്ളൂ എന്നുള്ള ചിന്തയായിരുന്നു ഹബീബ് തങ്ങൾക്ക്. അല്ലാഹു അത്തരം ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അനുരാഗികൾക്ക് എപ്പോഴും അവിടെ കിടത്തത്തിലും ഉറക്കത്തിലും എല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിൽ നിന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് വീട്ടിലേക്ക് മടങ്ങി. വീണ്ടും വീട്ടിൽ നിന്ന് തങ്ങളെ കാണാൻ കൊതി കാരണം വീണ്ടും മദീനയിലേക്ക് വന്ന ചരിത്രം നമുക്കറിയാം. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ചരിത്രം നാം പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് അതാ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കിലേക്ക് സൗബാൻ റളിയല്ലാഹു അൻഹു വരികയാണ്. അല്ലയോ തങ്ങളെ എന്ന് വിളിച്ചിട്ട് വരികയാണ്. മുത്തുനബി തങ്ങളെ ചോദിച്ചു, നിനക്കെന്ത് പറ്റി, വല്ല രോഗവും പിടിപെട്ടിട്ടുണ്ടോ? കാരണം എന്താണെന്നറിയുമോ? സൗബാൻ റളിയല്ലാഹുവിൻ്റെ ശരീരം മെലിഞ്ഞിരിക്കുകയാണ്. പിന്നെ എന്താണ്? ഭക്ഷണം കഴിച്ചിട്ടില്ല. അതേ ഒരു വിദൂരമായ രൂപം. അവിടെ നിന്നതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ചോദിക്കുന്നു, അല്ലയോ നിങ്ങൾക്ക് വല്ല അസുഖവും പിടിപെട്ടിട്ടുണ്ടോ? ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതേ, എനിക്ക് പിടിപെട്ടിട്ടുണ്ട്. എനിക്ക് പിടിപെട്ട രോഗം, നിനക്ക് എന്ത് രോഗമാണ് പിടിപെട്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പിടിപെട്ടത് എനിക്ക് പിടിപെട്ടത് റസൂലുള്ളാഹി തങ്ങളോടുള്ള അനുരാഗമാണ്. ആ അനുരാഗം കാരണമാണ് എനിക്ക് എന്ത് ഈ രോഗം പിടിപെട്ടതെന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുകയാണ്. അനുരാഗികളുടെ ജീവിതം പഠിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അവരെ എങ്ങനെയാണ് പഠിച്ചതെന്ന്, എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവർ സ്വന്തം ശരീരത്തെക്കാളും ജീവനേക്കാളും എല്ലാം റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ചിരുന്നു. അതല്ലേ ബുസൂരി ഇമാമ് അവിടുത്തെ രോഗസാസന്നമായി കിടക്കുന്ന സമയത്ത് അവിടുന്ന് പാടിയില്ലേ ഖസീദത്തുൽ ബുർദ? അത് കാരണമല്ലേ ബുസൂരി ഇമാമിൻ്റെ രോഗം മാറിയത്. അങ്ങനെ കിടത്തത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നിട്ട് അവസാനം രക്തം വന്നില്ലേ? നീ ഓർത്ത കാരണം കൊണ്ടാണോ? ജീറാനിന്റെ അയൽവാസിയെ ഓർത്ത കാരണം കൊണ്ടാണോ? സലമിലുള്ള നിന്റെ അയൽവാസിയെ ഓർത്ത കാരണം കൊണ്ടാണോ? മദീനയിലുള്ള നിന്റെ അയൽവാസിയെ ഓർത്ത കാരണം കൊണ്ടാണോ? മസജ്താ, നീ കലർത്തിയത് നിന്റെ കണ്ണുനീരിനെ നീ കലർത്തിയത് ജറാ, ഒഴുകുന്നതായ നിന്റെ കണ്ണുനീരിനെ കലർത്തിയത് ബിദമിൻ രക്തത്തോട് കറത്തിയത് നീ നിന്റെ മെഹബൂബായ ഹബീബിനെ ഓർത്തിട്ടല്ലേ എന്ന് ബൂസൂരി ഇമാമിനോട് തന്നെ ചോദിക്കുകയാണ്. പിന്നെ പാടിയല്ലേ നിനക്ക് കാറ്റ് അടിച്ചു വീശിയത് കൊണ്ടാണോ? കാളിമയുടെ ഭാഗത്ത് നിന്ന് അതാ മദീനയുടെ ഭാഗത്ത് നിന്ന് നിന്റെ മൂക്കിലേക്ക് മന്ദമാരിതം അടിച്ചു വീശിയത് കൊണ്ടാണോ ബൂസൂരി നീ പൊട്ടിക്കരയുന്നതെന്ന് ബൂസൂരി ഇമാം ചോദിക്കുകയാണ്.
محبتي ريح من تلقاء كلماتي وأومض البرق في ظلماء من إلامي ഇളം താഴ്വരയിൽ നിന്നും അതാ ഇടിമിന്നൽ അടിച്ചു വീശിയപ്പോൾ ആ ഇരുട്ടിലൂടെ നീ മുത്തുന ഹബീബിനെ കണ്ടതുകൊണ്ടാണോ ബൂസൂരി നീ കരയുന്നത് എന്ന് ബൂസൂരി ഇമാം സ്വന്തം നഫ്സിനോട് തന്നെ ചോദിക്കുന്നില്ലേ? മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. നമുക്ക് മുമ്പ് ജീവിച്ച ഓരോ അനുരാഗികളും നമുക്ക് പഠിപ്പിച്ചു തന്ന ഓരോ പാഠങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുരാഗികളുടെ ലോകത്തെക്കുറിച്ച് വിസ്മയിപ്പിച്ച് പറഞ്ഞു തരാൻ ഈ കുറഞ്ഞ വേളയിൽ എനിക്ക് സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായിട്ട് സ്വീകരിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.